സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണസ്ഥിരത കാണിപ്പീനെന്ന എഫേസ്യ ലേഖനം 6:18 വചനം ദൈവത്തിൻ്റെ ആയുധശേഖരത്തിലെ സുപ്രധാനമായ ഘടകമാണ്. യുദ്ധത്തിന് വേണ്ടുന്ന ശക്തി ലഭിക്കുന്നത് പ്രാർത്ഥനയിൽ കൂടി മാത്രമാണ്. നമ്മുടെ സ്വാർത്ഥത്തിനായുള്ള പ്രാർത്ഥനയല്ല, ദൈവരാജ്യം ഭൂമിയിൽ വരുവാനും ദൈവേഷ്ടം ഭൂമിയിൽ നടക്കുവാനും വേണ്ടിയുള്ള പ്രാർത്ഥന. അനീതിക്ക് വിധേയരാകുന്നവർക്ക് വേണ്ടിയും കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന, അനസ്യൂതമായുള്ള പ്രാർത്ഥനയിലൂടെ മല്ലയുദ്ധം, പ്രാർത്ഥനയ്ക്കുള്ള ആത്മശിക്ഷണം, പ്രാർത്ഥനയിൽ മടികൂടാതെയുള്ള ജാഗരണം. ഏതു സമയത്തും പ്രാർത്ഥന ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ചും മറ്റു ക്രിസ്ത്യാനികൾക്കും സഹശുശ്രൂഷയിൽ യുദ്ധം ചെയ്യുന്ന പടയാളികൾക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടി മൊത്തമായും പ്രാർത്ഥിക്കണം. അക്കൂട്ടത്തിൽ അപ്പോസ്തലന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന്, അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രവർത്തനം വിജയകരമാക്കുവാൻ വേണ്ടി യാചിക്കണമെന്ന് ലേഖനകർത്താവ് സാധാരണക്കാരായ ക്രിസ്ത്യാനികളോട് അഭ്യർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ പ്രാർത്ഥന കൊണ്ട് ആത്മീയ പ്രവൃത്തികൾക്ക് വിജയമുണ്ടാകൂ. നിരന്തരമായ പ്രാർത്ഥന, ജാഗ്രത, മുഴുവൻ സഭയ്ക്കും വേണ്ടിയുള്ള മധ്യസ്ഥത, അദൃശ്യ ആത്മീയ ശക്തികൾക്കെതിരായ വിശ്വാസികളുടെ പോരാട്ടത്തിൽ ശക്തിപ്പെടുന്നതിന് പരിശുദ്ധാത്മാവിലുള്ള ആശ്രയം എന്നിവയുടെ പ്രാധാന്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത് ക്രമീകരിക്കപ്പെട്ട യാമപ്രാർത്ഥനകളെക്കുറിച്ചല്ല, മറിച്ച് ദുഷ്ടചിന്തകളിൽ നിന്ന് ഹൃദയത്തെ സംരക്ഷിക്കുന്നതിന് ദിവസം മുഴുവൻ അവബോധത്തിൻ്റെയും ജാഗ്രതയുടെയും ദൈവവുമായുള്ള കൂട്ടായ്മയുടെയും നിരന്തരമായ അവസ്ഥ നിലനിർത്തുന്നതിനെക്കുറിച്ചാണ്. സ്ഥിരോത്സാഹത്തോട് സ്ഥിരതയുള്ളതുമായ ഒരു പ്രാർത്ഥനാ ജീവിതത്തെ ഇത് സൂചിപ്പിക്കുന്നു. ആത്മീയ പോരാട്ടത്തിലെ പ്രാഥമിക ആയുധമായി പ്രാർത്ഥനയെ കണക്കാക്കി വരണ്ടതോ ശ്രദ്ധ തിരിക്കുന്നതോ ആയ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് സഭയുടെ കൂദാശ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ പ്രാർത്ഥിക്കുക, പലപ്പോഴും സഭയുടെ ആരാധനക്രമ താളവുമായി പൊരുത്തപ്പെട്ടു പോവുക, കൂദാശകളിൽ ലഭിക്കുന്ന കൃപയിൽ ആശ്രയിക്കുക എന്നതാണ് ഇതിനർത്ഥം. സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീനെന്ന ഭാഗം ജീവിച്ചിരിക്കുന്നവരും ഭൗമിക ശരീരം മാത്രം ഉപേക്ഷിച്ച് വാങ്ങിപ്പോയവർ അഥവാ മരിച്ചവരായ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കടമയായി എടുത്തു പറയുന്നു. സ്വർഗത്തിലെ വിശുദ്ധന്മാരോട് മധ്യസ്ഥത വഹിക്കുവാൻ ആവശ്യപ്പെടുന്നതിനുള്ള ഒരു അടിത്തറയായി ഈ വാക്യത്തെ കണക്കാക്കാം. ഭൂമിയിലുള്ളവർ പ്രലോഭനങ്ങൾക്കും ദുഷ്ടസ്വാധീനങ്ങൾക്കും എതിരെ ജാഗ്രത പാലിക്കുകയും ഹൃദയം ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുവാനും വിശ്വാസത്തിൻ്റെ ആയുധവർഗത്തെയും ആത്മീയതയുടെ സവിശേഷതയായ പ്രാർത്ഥനയുടെ ജീവിതവും നിരന്തരമായ ജീവിതത്തെയും ഒരുമിച്ച് കൊണ്ടുവരുവാൻ വചനഭാഗം ഉപദേശിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.